Hello friends, welcome back to my channel Crazy Tech Malayalam. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസൊക്കെ ഇടുന്ന സമയത്ത് വ്യത്യസ്തരമായിട്ടുള്ള സ്റ്റോറീസൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് എങ്ങനെ നമുക്കൊരു 3D എഫക്റ്റിൽ കൊണ്ടുവരാമെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ ആദ്യം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഹാപ്പി എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്തത്. എന്നാൽ നിങ്ങൾ ഒന്നും കൂടി ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ഒന്നും കൂടി ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. കളർ ചേഞ്ച് വരുത്തുക. അതായത് ഇപ്പം ഞാനിവിടെ വൈറ്റും റെഡുമാണ് കളർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ രണ്ട് ടെക്സ്റ്റും ഒന്ന് ഫിക്സ് ചെയ്യുക. അതായത് ഒന്ന് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെറ്റിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു 3D എഫക്റ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 3D ടെക്സ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ ആഡ് ചെയ്യാവുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു ജിഫ് സെലക്ട് ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ജിഫ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കളർഫുൾ ആയിട്ടുള്ള ജിഫ് സെലക്ട് ചെയ്യുക. ഞാനിപ്പം ഈ കളർഫുള്ളാണ് സെലക്ട് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് സൂം ചെയ്ത് സ്ക്രീൻ മൊത്തത്തിലൊന്നാക്കുക. എന്നിട്ട് മേലെ ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ആവുന്നതാണ്. എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ജിഫിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളൊന്നും കൂടി ആ ജിഫ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ലോങ് പ്രസ് ചെയ്യുക. നേരത്തെ കാണിച്ച പോലെ തന്നെ ഏതെങ്കിലും കളർ എടുത്ത് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ആ റബ്ബറിനൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അവിടെ എഴുതുക. അതായത് എന്ത് വേണം നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എഴുത്ത് ഒരു ഭംഗിയുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റൊക്കെ എന്തെങ്കിലും ടെക്സ്റ്റ് അല്ല എന്തെങ്കിലും കാര്യങ്ങൾ വരക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോത്തിൻ്റെ മേലെ ഞാനൊരു കളർ ആഡ് ചെയ്യുകയാണ്. ബ്ലൂ കളർ ലോങ് പ്രസ് ചെയ്യുക. ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് നിങ്ങൾ ആ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഇറേസർ എടുത്തിട്ട് ഒന്ന് മായ്ക്കുക. അതായത് നിങ്ങൾക്ക് ഏതൊരു ഭാഗമാണോ വേണ്ടത് അത് മായ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ റിവീൽ ചെയ്യണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് ഭാഗം മാത്രം മായ്ച്ച് ഒരു വെറൈറ്റി രീതിയിൽ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ സ്റ്റോറിയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെൻഷൻ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഞാൻ മെൻഷൻ നമ്മൾ ആ ഫോട്ടോത്തിന് മേലെ കൊണ്ട് വെക്കുക. എന്നിട്ട് ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മെൻഷൻ അവിടെ ഹൈഡായി പോകുന്നതാണ്. അതായത് മെൻഷനായിട്ട് അടിയിലായി പോകുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് മെൻഷനും ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു നല്ല ടെക്നോളജി വീഡിയോ കാണുന്നവരേക്കും ബൈ.